ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം. 91 മുതൽ UDFിന്റെ കുത്തക മണ്ഡലങ്ങളുടെ ഗണത്തിലാണ് തൃപ്പൂണിത്തുറ ഉള്ളത്. കെ ബാബു MLA യുടെ പിന്മാറ്റം കൊണ്ടുകൂടി ശ്രദ്ധേയമായ മണ്ഡലത്തിൽ കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയിയാണ് UDF സ്ഥാനാർത്ഥി. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനാണ് ഇടത് സ്ഥാനാർത്ഥി. BJP 2020 നൽകിയ മണ്ഡലത്തിൽ ചലച്ചിത്ര താരം അഞ്ജലി നായരാണ് ജനവിധി തേടുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 5 തവണ മാത്രമേ ഇടതുമുന്നണിയെ തൃപ്പൂണിത്തുറക്കാർ വിജയിപ്പിച്ചിട്ടുള്ളൂ. NSS രൂപീകരിച്ച നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിനിധിയായി KGR കർത്ത വരെ സഭയിലേക്കെത്തി. 91 മുതൽ മണ്ഡലം കെ ബാബുവിന് സ്വന്തമായി. അപ്രമാദിത്യം അവസാനിപ്പിക്കാൻ ഇടത് രാഷ്ട്രീയത്തിലെ പുതുമുഖ ശബ്ദമായ M സ്വരാജിനെ CPM കളത്തിലേക്കിറക്കി. ഭരണവിരുദ്ധ വികാരവും ബാർക്കോഴയും ഉയർന്നതോടെ 2016 ബാബുവിനെ അട്ടിമറിച്ച് സ്വരാജ് സഭയിലേക്കെത്തി. തുടർഭരണം നേടിയ 2021 പക്ഷേ തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ സ്വരാജിനെ കൈവിട്ട് ബാബുവിന് വീണ്ടും കൈകൊടുത്തു. അങ്ങനെ മണ്ഡലം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വരാജ് എടുത്ത നിലപാടുകൾ ഇടത് കോട്ടകളിൽ ഉൾപ്പെടെ ഇളക്കി. കെ ബാബു വീണ്ടും നിയമസഭാംഗം. ഇത്തവണ ബാബുവില്ല. പകരം കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയിയാണ് UDF സ്ഥാനാർത്ഥി. തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറ ഒരു ക്ഷേത്ര നഗരിയാണ്. വലിയ വികസനത്തിന് സാധ്യതയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. വലിയ വികസനം നടന്ന് മെട്രോ ഉൾപ്പെടെ വന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. തീർച്ചയായിട്ടും വലിയ സാധ്യതകളുണ്ട്. വലിയ വിജയം കരസ്ഥമാക്കും UDFിൻ്റെ 35 വർഷത്തെ മികച്ച ഭരണത്തിന് തുടർച്ചയുണ്ടാവും. കഴിഞ്ഞ തവണ ദീപകിനെ വൈപ്പിൻ മണ്ഡലത്തിൽ തോൽപ്പിച്ച KN ഉണ്ണികൃഷ്ണനാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥി. ഹൈന്ദവ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുകൂടിയാണ് CPM അത്തരമൊരു നീക്കം നടത്തിയത്. സ്വന്തം മണ്ഡലത്തിൽ ഇത്തവണ ജയിക്കാൻ കഴിയുമെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. നല്ല ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയാണ്. ഒരു വിശ്വാസത്തിനും ഞങ്ങൾ എതിരല്ല. എല്ലാ വിശ്വാസികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ വിശ്വാസ സംരക്ഷണത്തിനും അതോടൊപ്പം തന്നെ അവർ നേരിടുന്ന അവരുടെ പാർപ്പിടത്തിൻ്റെ, ഭക്ഷണത്തിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും പൊതുവിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത്. അപ്പോൾ വിശ്വാസ സമൂഹം എല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമാണ്. അതേസമയം മണ്ഡലത്തിലെ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിൽ BJPയുടെ സാന്നിധ്യം പ്രധാനപ്പെട്ടതാണ്. 2011 4942 വോട്ടുകൾ മാത്രം പിടിച്ച BJP 2016 പൊതുസമ്മതൻ കൂടിയായ തുറവൂർ വിശ്വംഭരനെ ഇറക്കി. ആ പരീക്ഷണം വിജയിച്ചു. 3% നിന്ന് BJPയുടെ വോട്ട് 20%-ലേക്ക് എത്തി. 2021 BJPയുടെ വോട്ട് 5% കുറഞ്ഞുവെങ്കിലും 23,000-ലധികം വോട്ടുകൾ BJP സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ പിടിച്ചെടുത്തു. വീണതത്രയും രാഷ്ട്രീയ വോട്ടുകൾ തന്നെ എന്നതും പ്രധാനപ്പെട്ടതാണ്. ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിച്ച രാഷ്ട്രീയ അടിത്തറ ഉറപ്പിക്കാൻ BJP കഴിഞ്ഞു. എന്നാൽ മണ്ഡലം ഘടകകക്ഷിയായ 2020-ക്കാണ് BJP നേതൃത്വം ഇത്തവണ നൽകിയിട്ടുള്ളത്. അഞ്ജലി നായർ സ്ഥാനാർത്ഥിയായി എത്തി. തൃപ്പൂണിത്തുറയിലെ നാട്ടുകാർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി എന്നെയാണ് നിയോഗിച്ചത് ദൈവം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് കഴിയും വിധത്തിൽ എന്തെല്ലാം, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്ക് കഴിയുന്ന വിധത്തിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ. എറണാകുളം ജില്ലയുടെ സാംസ്കാരിക മുഖം കൂടിയാണ് തൃപ്പൂണിത്തുറ മണ്ഡലം. കൊച്ചി നഗരസഭയിലെ ഡിവിഷനുകളും തൃപ്പൂണിത്തുറ, മരട് മുനിസിപ്പാലിറ്റികൾക്ക് പുറമെ കുമ്പളം, ഉദയംപേരൂർ പഞ്ചായത്തുകളും ചേരുന്നതാണ് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ LDFും നേട്ടം തുടരാൻ BJPയും UDFും ശ്രമിക്കുമ്പോൾ തൃപ്പൂണിത്തുറയിൽ മത്സരം തീപാറും. അമൃത ന്യൂസ്, കൊച്ചി.